ഓം ശാന്തി. ഈ ജീവിതം അനുഗ്രഹീതമായി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ സ്വന്തം ജീവിതത്തെ അനുഗ്രഹിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഞാൻ എന്താണോ അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയാണെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന സങ്കല്പങ്ങളും എൻ്റെ വാക്കുകളും എൻ്റെ കർമ്മങ്ങളും ഞാൻ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളുടെ ഊർജം തിരിച്ച് എന്നിൽ തന്നെ നിക്ഷേപിക്കപ്പെടുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ എന്നിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് എൻ്റെ ജീവിത കഥയായിട്ട് മാറുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ആശീർവദിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം സ്വയം നമ്മളെ തന്നെയാണ് നമ്മൾ ആശീർവദിക്കേണ്ടത്. ആർക്കാണോ സ്വയം അവനവനിൽ വിശ്വാസമുള്ളത് അവരെയാണ് ഈശ്വരന് പോലും വിശ്വാസമുള്ളത് എന്ന് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് അവനവനിൽ നിശ്ചയം അഥവാ വിശ്വാസം എന്ന് വെച്ചാൽ അർത്ഥം എനിക്ക് എന്നിൽ വിശ്വാസം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെന്നും ഞാൻ ആരാണെന്നും അത് യഥാർത്ഥമായിട്ട് അറിയുമെങ്കിൽ മാത്രമാണ് എനിക്ക് എന്നിൽ വിശ്വസിക്കാൻ സാധിക്കൂ. ഞാൻ ആരാണ് എന്താണ് എന്ന് ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ബാഹ്യമായിരിക്കുന്ന രീതിയിൽ ഞാൻ ആരാണ് എന്താണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നാൽ ഈ വ്യക്തിത്വത്തിൻ്റെയും ഉള്ളിലുള്ളതായിരിക്കുന്ന യഥാർത്ഥ ഞാനെന്ന വ്യക്തിത്വം എൻ്റെ ഉള്ളിൽ എൻ്റെ സങ്കല്പധാര, എൻ്റെ വാക്കുകളുടെ പ്രവാഹം, നമ്മുടെ കർമ്മത്തിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള ഊർജം, അത് പോസിറ്റീവോ നെഗറ്റീവും, ഈ ആക്ഷൻസ് അഥവാ ഈ ഊർജങ്ങളാണ് നമ്മുടെ ജീവിതത്തിനെ ധന്യമാക്കുന്നതും നമ്മുടെ ജീവിതത്തിനെ യൂസ്ലെസ് ആക്കി മാറ്റുന്നതും. ഇന്നലത്തെ എന്തോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം, പക്ഷേ ഇന്ന് ഈ നിമിഷം എൻ്റെ കയ്യിലുള്ളതായതുകൊണ്ട് തന്നെ ഈ നിമിഷത്തെ ഞാൻ ഉപയോഗിക്കാൻ ബെസ്റ്റ് ആക്കാൻ തയ്യാറുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നാളെ എനിക്ക് നല്ലത് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം ഉറപ്പാണ്. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി നന്നായിട്ട് പേപ്പർ അറ്റൻഡ് ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എത്ര മാർക്ക് കിട്ടുമാവോ എന്ന് കരുതി കുട്ടി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നല്ല മാർക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ജീവിതയാത്രയും അങ്ങനെ തന്നെയാണ്. കർമ്മം എന്നത് കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ജീവിതയാത്രയുടെ പരീക്ഷാ പേപ്പറുകളിൽ ചിലപ്പോഴൊക്കെ നമുക്ക് റിസൾട്ട് വരുന്നത് കുറച്ച് വൈകിട്ടായിരിക്കാമെന്ന് മാത്രം. കാരണം അത് ആ നിമിഷത്തിൻ്റെ മാത്രം കർമ്മത്തിൻ്റെ ആധാരത്തിലല്ല, എൻ്റെ മുന്നിലുള്ളതായിരിക്കുന്ന പല സെമസ്റ്ററുകളാകുന്ന ജീവിതത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഒന്നു ചേർന്ന ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ആ റിസൾട്ട് വരുന്ന സമയത്ത് ഒരു പക്ഷേ ആ നല്ല റിസൾട്ട് വരാൻ അഥവാ റിസൾട്ട് വരാൻ കുറച്ച് സമയമെടുക്കുകയായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നല്ല കർമ്മങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഫലം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു മനുഷ്യനും തന്നേക്കാൾ കൂടുതലായിട്ട് ഒന്നും തന്നെ ആർജിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം എന്താണോ അതെൻ്റെ സാമ്പത്തികമായിക്കോട്ടെ, സംബന്ധമായിക്കോട്ടെ, അതല്ല എന്നെ സംബന്ധിക്കുന്ന ഇൻഡിവിജ്വലായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആകത്തുകയാണ് അവൻ്റെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ചുറ്റുപാടുകൾ നന്നാക്കാൻ ഞാൻ ശ്രമിക്കാതെ ഞാൻ എന്താണോ അതിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരാഗ്രഹം പുറത്തു വരികയും ആ ആഗ്രഹത്തെ എനിക്ക് പ്രാക്ടിക്കലാക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ ബോധ മനസ്സിലോ ഉപബോധ മനസ്സിലോ അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്ന, നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ അറിയുമ്പോൾ പഠിക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് സമ്പർക്കങ്ങളിലൂടെ വന്നു പോകുന്ന വിവരങ്ങൾ, ഇൻഫർമേഷൻ, അത് ഉള്ളിൽ പോവുകയും പ്രവർത്തിക്കുകയും അതിൻ്റെ ഊർജ്ജം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലങ്ങളാണ് അറിയാതെ ഒരു ഊർജത്തിൻ്റെ പ്രവാഹമായി നമ്മിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പ്രതിഫലനമാണ് അത് എന്നിലേക്ക് തന്നെ അതിൻ്റെ റിസൾട്ടായിട്ട് തിരിച്ചു വരുന്നത്. അത്തരത്തിലതായിട്ടൊരു റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ ഇത്ര സമയം ഈ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി പരിശ്രമിച്ചു, ഞാൻ ഇത്ര സമയം ഈ കാര്യത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. പല ടൂൾസും നമ്മൾ പ്രത്യേകിച്ച് ലോ ഓഫ് അട്രാക്ഷൻ്റെ ടൂൾസ് നോക്കുന്ന സമയത്ത് ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ 2 കപ്പ് മെത്തേഡ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ 5-5-5 മെത്തേഡ് പറയുന്നുണ്ട്, 24 hours മാനിഫെസ്റ്റേഷൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഏത് ടൈപ്പ് ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ആ ടൂള് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയേ, നിങ്ങൾ ഷാർപ്പായിരിക്കുന്ന ഒരു മഴുകൊണ്ട് ഒരു തേക്കിൻ്റെ കാതലിനെയാണ് വെട്ടാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ഒറ്റ വെട്ടിന് മുറിഞ്ഞോളണമെന്നില്ല. അത് നിരന്തരമായിട്ട് വെട്ടുകയാണെങ്കിൽ അത് മുറിഞ്ഞേക്കും. അതേസമയം ആ ഷാർപ്പായിട്ടുള്ള മഴ കൊണ്ട് ഒരു ഉപ്പൂന്നി മരത്തിനെയാണ് നിങ്ങൾ വെട്ടുന്നതെങ്കിൽ അത് ഒറ്റ വെട്ടിൽ ഒരു പക്ഷേ മുറിഞ്ഞ് 2 കഷ്ണവും ആയേക്കാം.
അതുകൊണ്ട് നമ്മൾ ഏതിനെയാണ് വെട്ടുന്നത് എന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ സമയങ്ങൾ കൊണ്ട്, കാലഘട്ടങ്ങൾ കൊണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് ചെറുതും വലുതുമായിരിക്കുന്ന സങ്കല്പം, വാക്ക്, കർമ്മം, ഈ 3 കാര്യങ്ങളിലൂടെ എൻ്റെ ഉള്ളിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച് പോയ, അഥവാ സേവ് ചെയ്ത് വെച്ച് പോയ ഒരുപാട് ഊർജ്ജങ്ങൾ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും വ്യത്യസ്തമായ രീതിയിൽ റെക്കോർഡാണ്. ആ റെക്കോർഡിൽ നിന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് സാഹചര്യങ്ങൾ കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചത്, ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു എന്ന് വിഷമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയതായിട്ടുള്ള, അത്തരം ഡെവലപ്പ് ചെയ്തു പോയതായിട്ടുള്ള ഒരു തടി എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട്. ഉപബോധ മനസ്സ് എന്നതായിരിക്കുന്ന ഒരു സ്ട്രോങ് ആയിരിക്കുന്ന ഫിഗർ, അത് എത്രമാത്രം സോഫ്റ്റ് ആണോ അത്രയ്ക്കത് സ്ട്രോങ്ങും ആണ്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന സങ്കല്പധാര അത് എത്ര സ്ട്രോങ് ആയിരിക്കുന്ന രീതിയിൽ ഏത് ടൈപ്പ് എനർജി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അത് തീർച്ചയായിട്ടും നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ടൂള് നിങ്ങൾ എത്ര ഷാർപ്പായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രയും ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയിരിക്കും. പക്ഷെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതായിരിക്കുന്ന ഈ ഒരു തടിയുടെ, അഥവാ ഈ ഒരു തൂണിൻ്റെ, ഈ ഒരു സ്ട്രോങ് ആയിരിക്കുന്ന എലമെൻറ്റിൻ്റെ മുകളിൽ അത് എത്രമാത്രം പ്രഭാവം ചെലുത്താൻ പറ്റും എന്നുള്ളത്, നമ്മളത് എത്ര സ്ട്രോങ് ആയി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുപോയി എന്നുള്ളതും, നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ടൂൾ എത്ര ഷാർപ്പൻ ചെയ്തുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്നുള്ള രണ്ടിൻ്റെയും ആധാരത്തിലാണ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കൊന്നും നടന്നില്ല എന്ന് പറയാതെ സ്വന്തം ജീവിതത്തിനെ അനുഗ്രഹിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്തോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഉള്ളിൽ ഞാൻ ഏറ്റവും അധികം പറയും എല്ലാവരുടെ അടുത്തും മെഡിറ്റേഷൻ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ. ഓൾമോസ്റ്റ് ഓൾ കാര്യത്തിൽ ഞാൻ പറയാറുണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യൂ. എന്തിനാണെന്നറിയോ? നമ്മൾ ഉള്ളിൽ അറിയാതെ നിർമ്മിക്കപ്പെട്ടു പോയതായിട്ടുള്ള ആ തടി, അതിനുള്ളിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാതലുകൾ ഉണ്ടെങ്കിൽ അറിയാതെയാണെങ്കിൽ പോലും ഈ ഊർജം, പോസിറ്റീവ് എനർജിയുടെ പവർഫുൾ ആയിരിക്കുന്ന ഒരു ഫ്ലോ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, പേഴ്സണാലിറ്റിയിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, ചിന്തകളിലേക്ക്, വാക്കിലേക്ക്, കർമ്മങ്ങളിലേക്ക് അറിയാതെ പ്രസരിപ്പിക്കപ്പെട്ടു പോകുന്ന ഒരു മഹത്തരമായിരിക്കുന്ന മെത്തേഡാണ് മെഡിറ്റേഷൻ. അതുകൊണ്ടൊരു ഡീപ്പ് മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ അർത്ഥം, ഞാൻ എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ അറിയാതെയാണെങ്കിലും റെക്കോർഡ് ചെയ്യപ്പെട്ടു പോയ എല്ലാ നെഗറ്റീവിൻ്റെ ഉള്ളിലേക്കും ഒരു ശക്തമായിരിക്കുന്ന പ്രകാശത്തിൻ്റെ പ്രവാഹത്തിലൂടെ അതിൻ്റെ എല്ലാം തന്നെ ശക്തിയെ ക്ഷയിപ്പിച്ച് അതിൽ നിന്ന് പോസിറ്റിവിറ്റീനെ ഉണർത്തിയെടുക്കാനുള്ള ഊർജ്ജമാണ് മെഡിറ്റേഷൻ. അതുകൊണ്ട് സ്വയം അവനവനെ അനുഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് അനുഗ്രഹീതമാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, ഇതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, യെസ്, അതെല്ലാം നമ്മുടെ ടൂളാണ്, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഒരു മഴു ഷാർപ്പൻ ചെയ്യാതെ ഒരിക്കലും നമുക്കൊരു മരത്തെ മുറിക്കാനാവില്ല. ആ ടൂള് നമ്മുടെ തോട്ട്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അത് ഫോക്കസ് ചെയ്യുന്നത്, അത് റിപ്പീറ്റ് ചെയ്യുന്നത്, പല തവണ അതിനെ ദിവസത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് അതിനെ വീണ്ടും മെമ്മറൈസ് ചെയ്തുകൊണ്ട് അതിൽ ഊർജം നിറയ്ക്കുന്നത്, ഇതെല്ലാം നമ്മുടെ മഴു മൂർച്ച വെപ്പിക്കലാണ്. അതേസമയം മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു പോയ നമ്മുടെ ഒറിജിനലായിരിക്കുന്ന അറിയാതെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഇപ്പോഴത്തെ സംസ്കാരം എന്തോ ആ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഷാർപ്പായിരിക്കുന്ന അല്ലെങ്കിൽ കട്ടിയായിരിക്കുന്ന എന്തെങ്കിലും നെഗറ്റീവായിരിക്കുന്ന സംസ്കാരങ്ങളുടെ സങ്കല്പത്തിൻ്റെ പ്രവാഹം ഉണ്ടെങ്കിൽ, അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ സോഫ്റ്റൻ ചെയ്യിക്കാനുള്ള മെത്തേഡാണ് മെഡിറ്റേഷൻ. അതുകൊണ്ട് മെഡിറ്റേഷൻ ആൻഡ് അപ്ലിക്കേഷൻ, നമ്മൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ലോ ഓഫ് അട്രാക്ഷന് യോഗ പ്രയോഗം എന്ന ഭാഷയിലാണ് പറയാറ്. അതുകൊണ്ട് മെഡിറ്റേഷൻ ആൻഡ് അപ്ലിക്കേഷൻ, മെഡിറ്റേഷൻ സെൽഫ് എംപവർമെൻറ്റിന് വേണ്ടി, അപ്ലിക്കേഷൻ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്, ടൂൾ ഉപയോഗിക്കുന്നത് ജീവിതത്തിൽ അതിൻ്റെ പ്രാക്ടിക്കലാക്കാൻ വേണ്ടി. ഈ രണ്ട് കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹീതാക്കി മാറ്റാൻ പറ്റും. അത് നിങ്ങളെ വിമർശിക്കുന്നവരെ കൊണ്ട് തടയാനാവില്ല. ഇല്ലാത്ത കാര്യത്തിന് നിങ്ങളെ കുറ്റം പറയുന്നവരെ കൊണ്ട് നിങ്ങളുടെ ഊർജ്ജത്തെ നശിപ്പിക്കാനാവില്ല. അതല്ലെങ്കിൽ വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന കാരണം കൊണ്ട് ഒരാളുടെ ഊർജ്ജത്തെ നശിപ്പിക്കാനാവില്ല. ഇതൊക്കെ നമ്മുടെ ഊർജ്ജത്തെ കൂട്ടാനേ സാധിക്കൂ. കാരണം ഈ കൊച്ചു കൊച്ചു തടസ്സങ്ങൾ, പരീക്ഷകൾ, ഇതൊരു പരീക്ഷയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷ നടത്താൻ വരുന്ന ടീച്ചറോട് ദേഷ്യപ്പെടാതെ പരീക്ഷയെന്ന് മനസ്സിലാക്കി പാസ്സാവാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ ഓരോരോ സാഹചര്യവും ജീവിതത്തിൽ വിമർശിക്കാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ പരീക്ഷാ ഹാളിൽ പേപ്പർ നടപ്പിലാക്കാൻ വേണ്ടി വരുന്ന സൂപ്പർവൈസറായ ടീച്ചർ എന്ന് മനസ്സിലാക്കിയാൽ മതി.
പരീക്ഷ, വിമർശനം, ആ ചെയ്യുന്ന ആൾ ടീച്ചർ. അതുകൊണ്ട് ആ വ്യക്തിയോട് എൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടാവാതെ ഈ ഒരു പരീക്ഷ മുന്നിൽ വന്നിരിക്കുന്നു, ഞാനതിൽ പാസ്സാകും എന്ന് വിചാരിച്ചുകൊണ്ടൊരു ക്രിയേറ്റീവ് തിങ്കിങ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ ആ ഒരു സാഹചര്യം ഒരു അനുഗ്രഹീത മൊമെൻ്റായിട്ട് നമ്മളിലൂടെ കടന്നു പോകുന്നതായിരിക്കും. ഈ രീതിയിൽ ജീവിതത്തിലെ സാഹചര്യങ്ങളെ, വിമർശനങ്ങളെ, വ്യക്തികളെ, അതുപോലെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന ഏതെങ്കിലും കാർമിക അക്കൗണ്ട്സിനെ എല്ലാം നമുക്ക് വരുന്ന പരീക്ഷ എന്നൊരു മനോഭാവത്തോടെ കണ്ടാൽ അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഊർജം നിറയ്ക്കുകയും ശക്തി നിറയ്ക്കുകയും കുറേയും കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, നടന്നു കിടക്കേണ്ട സ്ഥലം ചാടിക്കടന്ന് ഓടിക്കടന്ന് മുന്നോട്ടെത്തി അതിവേഗം ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തി എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് അനുഗ്രഹിക്കാൻ വേണ്ടി സ്വന്തം കൈയെ, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കൊടുക്കാറില്ലേ, അത് സ്വന്തം കൈ സ്വന്തം തലയിൽ വെച്ച് അനുഗ്രഹിക്കണം. സ്വന്തം കർമ്മത്തെ ശ്രേഷ്ഠമാക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ, നമ്മുടെ സങ്കല്പധാരയെ, നമ്മുടെ വാക്കുകളെ, കർമ്മത്തെ, സംബന്ധങ്ങളെ പരിശുദ്ധമാക്കാൻ വേണ്ടി നമ്മളിൽ ചെയ്യുന്ന എഫേർട്ട് എന്തോ, പരിശ്രമം എന്തോ, അതാണ് നമ്മളെ അനുഗ്രഹിക്കൽ അഥവാ ആശീർവദിക്കൽ. അതുകൊണ്ട് സ്വയം അവനവനെ അനുഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹീതമാക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.